നമസ്കാരം. തിരശ്ശീലയിലെ തിളക്കത്തിന് പിന്നിൽ ഒരു കരിനിഴലുണ്ട്. കയ്യടികളുടെ ആർപ്പുവിളികൾക്കിടയിൽ ആരും കേൾക്കാതെ പോകുന്ന ചില വിലാപങ്ങളുണ്ട്. വെള്ളി വെളിച്ചത്തിൻ്റെ മായാലോകം ഒരു കൗമാരക്കാരിയെ ജീവനോടെ എങ്ങനെ കൊത്തിവലിച്ചു എന്നതിൻ്റെ ഭീതിതമായ നേർക്കാഴ്ചയായിരുന്നു 1983 പുറത്തിറങ്ങിയ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. മലയാള സിനിമയിലെ എക്കാലത്തെയും വിപ്ലവകാരിയായ KG ജോർജ് സിനിമാ വ്യവസായത്തിൻ്റെ നെഞ്ചിലേക്ക് തൊടുത്തുവിട്ട മൂർച്ചയേറിയ അസ്ത്രമായിരുന്നു ഈ ചിത്രം. അമ്മയുടെ അമിതമായ അത്യാഗ്രഹമാണ് ശാന്ത എന്ന ഗ്രാമീണ പെൺകുട്ടിയെ ലേഖ എന്ന പേരിൽ മദ്രാസിലെ സിനിമാ ചരക്ക് വിപണിയിലെത്തിക്കുന്നത്. കഠിനാധ്വാനം കൊണ്ട് അവൾ തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാറായി മാറി. പക്ഷേ സ്വന്തം കുടുംബത്തിനവൾ പണം കായ്ക്കുന്ന ഒരു മരം മാത്രമായിരുന്നു. ഈ കഠിനമായ ഒറ്റപ്പെടലിലേക്കാണ് സുരേഷ് എന്ന പ്രശസ്ത സംവിധായകൻ കടന്നു വരുന്നത്. ലേഖ അയാളെ ജീവന് തുല്യം സ്നേഹിച്ചു. പക്ഷേ കുടുംബത്തിൻ്റെ പണക്കൊതിയും കരിയർ കേന്ദ്രീകൃതമായ കാമുകന്റെ വഞ്ചനയും അവളെ തനിച്ചാക്കി. ഒടുവിൽ കരിയറിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ഇരുളടഞ്ഞ ഒരു മുറിയിൽ അവൾ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അവളുടെ മരണത്തിന് കാരണക്കാരായവർ യാതൊരു കുറ്റബോധവുമില്ലാതെ വീണ്ടും ജീവിതം ആരംഭിക്കുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. കേവലം ഒരു ചലച്ചിത്ര കഥയായിരുന്നില്ല ഇത്. 1980 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി നിൽക്കെ ആത്മഹത്യ ചെയ്ത നടി ശോഭയുടെ ജീവിതമായിരുന്നു ഈ സിനിമയ്ക്ക് ആധാരം. സംവിധായകൻ ബാലു മഹേന്ദ്രയുമായുള്ള ശോഭയുടെ പ്രണയവും തകർന്ന ദാമ്പത്യവും ഒടുവിലുണ്ടായ ദുരൂഹമരണവും ചലച്ചിത്ര ലോകത്തെ നടുക്കിയ സംഭവങ്ങളായിരുന്നു. സിനിമയിലെ ലേഖ യഥാർത്ഥത്തിൽ ശോഭയായിരുന്നു. ഭരത് ഗോപി അവതരിപ്പിച്ച സുരേഷ് എന്ന കഥാപാത്രം ബാലു മഹേന്ദ്രയും നടി ശുഭ വേഷമിട്ട അമ്മ കഥാപാത്രം ശോഭയുടെ അമ്മ പ്രേമയുമായിരുന്നു. യഥാർത്ഥ ജീവിതത്തിലെ ഈ വ്യക്തികളോട് അസാധാരണ സാദൃശ്യം പുലർത്തിക്കൊണ്ട് തന്നെ ചിത്രം പ്രഖ്യാപിക്കപ്പെട്ട നാൾ മുതൽ വിവാദങ്ങളുടെ പെരുമഴയായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ കടുത്ത സമ്മർദ്ദവും ഭീഷണിയുമാണ് KG ജോർജ് നേരിടേണ്ടി വന്നത്. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പല പ്രമുഖരും ചിത്രം മുടക്കാൻ അണിയറയിൽ നീക്കം തുടങ്ങിയിരുന്നു. പക്ഷേ KG ജോർജ് പിന്മാറിയില്ല. തിരക്കഥ അതീവ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം സിനിമ പൂർത്തിയാക്കി. സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ ചലച്ചിത്ര ലോകം രണ്ടായി തിരിഞ്ഞു. ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ വിപണനം ചെയ്തു എന്ന ആക്ഷേപത്തിന് KG ജോർജ് നൽകിയ മറുപടി ഇതായിരുന്നു: ഇത് ശോഭയുടെ മാത്രം കഥയല്ല, സിനിമാ ലോകമെന്ന മായാവലയത്തിൽ വീണുപോകുന്ന വരും തലമുറയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. മലയാളത്തിലെ ആദ്യത്തെ മെറ്റാ മൂവി അഥവാ സിനിമയ്ക്കുള്ളിലെ സിനിമയായിരുന്നു ഇത്. കാസ്റ്റിംഗ് കൗച്ചും സാമ്പത്തിക ചൂഷണവും മാധ്യമങ്ങളുടെ ഗോസിപ്പ് സംസ്കാരവും ഈ ചിത്രം തുറന്നുകാട്ടി. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കപട മുഖംമൂടികൾ അണിഞ്ഞ സിനിമാ വ്യവസായത്തിൻ്റെ കറുത്ത അധ്യായങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അനശ്വര ക്ലാസിക്കാണ് 1983 KG ജോർജ് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ 172 മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്.